ഈ പാക് അധീന കശ്മീരിലെ വൻ ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രിക്ക് എതിരെയാണ് അതിശക്തമായ പ്രക്ഷോഭം നടക്കുന്നത്. മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. എന്താണ് സ്ഥിതി? വഷളാവുകയാണ്. വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാക് സൈന്യവും അതുപോലെ തന്നെ ISI, അവരുടെ ചാരസംഘടന ആയ ISIയുടെ ചില ഏജന്റുമാരും അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ചില ഗ്രൂപ്പുകളുമുണ്ട്. അവർ ആണ് ഈ പ്രക്ഷോഭക്കാർക്ക് നേരെ വെടിയുതിർത്തിരിക്കുന്നത്. 2 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത് എത്ര രൂക്ഷമാണ് എന്ന് മനസ്സിലാകുന്നത്. കാരണം പഞ്ചാബ് പ്രവിശ്യയിലുണ്ടായിരുന്ന സൈന്യത്തെ സമ്പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ POKയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ POK എന്ന് പറയുന്നത് ഇന്ത്യയിലും ശരിക്കും പാകിസ്ഥാനിലും പെടാത്ത ഒരു സ്വയംഭരണ കാശ്മീർ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അവർ അതിനെ കൊണ്ടുപോയത്. പക്ഷേ പാകിസ്ഥാൻ അന്യായമായിട്ട് അതിനകത്ത് കൈകടത്തി അവരെ തങ്ങളുടെ ഒപ്പം നിർത്തി അവിടെ ഈ പറഞ്ഞ പോലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 90 ലക്ഷത്തിലധികമാണ് ഈ POKയിലെ ജനസംഖ്യ. 1 കോടിക്കടുത്ത് വരും എന്ന് വിചാരിച്ചു. ആ POKയെ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നിൽ മറഞ്ഞു നിന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ സാഹചര്യം. ഈ POKയിലെ ജനങ്ങൾ സത്യത്തിൽ മടുത്തു. കാരണം നല്ല ആഹാരമില്ല, നല്ല വിദ്യാഭ്യാസം അവരുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, മികച്ച ജീവിത സാഹചര്യങ്ങളില്ല. സത്യത്തിൽ അവർ അടിമകളെക്കാൾ കഷ്ടമായിട്ടാണ് അവിടെ കഴിയുന്നത്. ഒരു തരത്തിലുള്ള പുരോഗതിയും ആ പ്രദേശത്ത് ഉണ്ടാകത്തില്ല. അവിടെ ഇപ്പോൾ ഇൻ്റർനെറ്റ് സേവനം കിട്ടുന്നു എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇൻ്റർനെറ്റ് നോക്കിയിരുന്നാൽ വയറ്റിലോട്ട് വല്ലതും പോകുമോ? ഇല്ല. അപ്പോൾ അവിടെ ആവശ്യത്തിന് ധാന്യം, ഭക്ഷ്യധാന്യം കിട്ടണം. അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാകണം. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല റോഡുകൾ, നല്ല പാർക്കാൻ നല്ല വീടുകൾ, ഇതൊന്നുമില്ല. അവരെ ഒരു 2ാം തരം പൗരന്മാരെ പോലെ ഇങ്ങനെ ഇന്ത്യക്കെതിരായിട്ടൊരു മറയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായിട്ട് തുടരുകയാണ്. ഇപ്പോൾ കാശ്മീർ ഇന്ന് മോചിപ്പിക്കും, നാളെ മോചിപ്പിക്കും, ഒരു സ്വതന്ത്ര കാശ്മീർ ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശ്വസിപ്പിച്ച ആൾക്കാരെ കുറേ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നും ഒക്കെ. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 80കളുടെ അവസാനം സംഭവിച്ച കൂട്ടക്കുരുതി, ഈ കാശ്മീർ താഴ്വരയിലുണ്ടായ ഹിന്ദു വംശഹത്യ, പണ്ഡിറ്റുകളുടെ വംശഹത്യ ഒക്കെ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. ഇപ്പോഴും ആ പണ്ഡിറ്റുകൾ സമ്പൂർണ്ണമായിട്ടും തിരിച്ച് കാശ്മീരിലേക്ക് പോയിട്ടില്ല. അതിനെല്ലാം അത്തരം ഈ നീചമായ, ക്രൂരമായ പ്രവൃത്തികൾക്ക് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ ഒരു മറയാക്കി പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയും ചേർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധിയായി. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം വേണം, പാർക്കാൻ നല്ല വീടുകൾ വേണം, അതുപോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അടിസ്ഥാന സൗകര്യ വികസനം വേണം. ഇതാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നിയന്ത്രണം വിട്ടു. അവിടെ ഇപ്പോൾ അവാമി ആക്ഷൻ കമ്മിറ്റി, AAC എന്ന് പറയുന്ന ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ വിമോചനം ആവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റി. ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഈ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. അവർ മുൻകൂട്ടി തന്നെ പാക് സർക്കാരിനെയൊക്കെ വിവരം അറിയിച്ചു. ഞങ്ങൾ നിസ്സഹകരണത്തിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങളുമായിട്ടൊരു സഹകരണവുമില്ല. ഇവിടെ സമ്പൂർണ്ണമായ ബന്ദാണ്. ഇനി ഇവിടെ ജനജീവിതം സ്തംഭിക്കും. ജനങ്ങളാരും പുറത്തിറങ്ങില്ല, വീടിന് പുറത്തിറങ്ങില്ല. ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഇതിനോട് എതിരാണ്. തെരുവിലിറങ്ങുന്നത് പ്രക്ഷോഭത്തിനായിരിക്കും. ഇത് അവർ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തു. ജനങ്ങളുടെ പൾസ്, ജനവികാരം സമ്പൂർണ്ണമായിട്ടും എതിരാണെന്ന് തിരിച്ചറിഞ്ഞ ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ഭരണകൂടവും സൈന്യവും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്ന്
ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ അടിച്ചമർത്താനാണ് പോകുന്നത്. വാസ്തവത്തിൽ അവർ ഇന്ത്യക്കാരാണ് സത്യത്തിൽ. പക്ഷേ അവരുടെ തന്നെ ബുദ്ധിശൂന്യമായ പ്രവൃത്തി കൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് മാറി നിൽക്കുന്നു. അത് വലിയ തെറ്റായിപ്പോയി എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ഈ POKയിൽ ഉടനീളം ഞാൻ പറഞ്ഞല്ലോ, അത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ട് അവിടെ വലിയ പ്രക്ഷോഭം നടന്നു. അതായത് മിർപൂർ, കോട്ട്ലി, റാവലക്കോട്ട്, നീലം വാലി, കേരൻ എന്നിവിടങ്ങളിലാണ് ഈ പ്രതിഷേധം നടന്നത്. അതുപോലെ തന്നെ ഈ മുസഫറാബാദിൽ ഈ പാകിസ്ഥാൻ സർക്കാരിനെതിരെ അവിടെയാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുകയും പ്രക്ഷോഭം നടക്കുകയൊക്കെ ചെയ്തത്. അവിടെ ഉണ്ടായ വെടിവെപ്പിലാണ് 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്, 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇപ്പോൾ സത്യത്തിൽ ഇവരുടെ ഈ മനുഷ്യാവകാശം ലംഘിക്കുന്നതിൽ ഈ ഷെറീഫ് സർക്കാർ മുൻപന്തിയിലാണ്. മുമ്പൊക്കെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പാക് സർക്കാർ അവിടെ വരികയും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ നിഷേധിക്കുകയാണ്. എല്ലാം അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ജനജീവിതം പാടെ തകിടം മറിഞ്ഞിരിക്കുകയാണ്, താറുമാറായിരിക്കുകയാണ്. അവിടെ ആകെ നടക്കുന്നത് ഈ ഭീകര പരിശീലന ക്യാമ്പുകളാണ്. ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണല്ലോ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ കടന്നു കയറി അവിടെ ആക്രമിച്ചത്. നമ്മൾ പാകിസ്ഥാനിലേക്ക് ശരിക്കും POKയും കടന്ന് പാകിസ്ഥാനിലേക്ക് പോയത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലാണ്. അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് നമ്മൾ അത്രയും മാരകമായ രീതിയിൽ നമ്മൾ ആക്രമിച്ചിട്ടില്ല. യുദ്ധമൊക്കെ നടന്നിരുന്ന കാലത്തെ ചരിത്രം വേറൊന്നാണ്. പക്ഷെ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്കുകൾ ആണ് നമ്മൾ നടത്തിയത്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ നമ്മൾ ആക്രമിച്ചു, ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ ആക്രമിച്ചു. പിന്നീട് അവിടുത്തെ സൈന്യം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളൊക്കെ നമ്മൾ ആക്രമിച്ചു തകർത്തത്. ഇവിടെ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, ഏതാണ്ട് 1 കോടിക്കടുത്ത് ജനസംഖ്യയുള്ള ഈ POK എങ്ങോട്ട് പോകും? ഇത് പാകിസ്ഥാനൊപ്പം അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി. ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കാനും അവർക്ക് സാധിക്കില്ല. അവർ ഇന്ത്യയിൽ ലയിക്കുമോ? ഏതാണ്ട് ഒരാഴ്ച, ഒരു 10 ദിവസം മുമ്പാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് POKയെ അങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്നാണ്. അതെന്നായാലും ഇന്ത്യയോടൊപ്പം ചേരേണ്ടതാണ്. പക്ഷെ അതിന് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് ഒരു രാജ്യതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്രത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറി ഒരു സ്ഥലം അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു ഭാരതത്തിൻ്റെ പാരമ്പര്യം അതല്ല. ആരെയെങ്കിലും ആക്രമിച്ച് കീഴടക്കുക അല്ല ഭാരതത്തിൻ്റെ പാരമ്പര്യം. ഇവിടെ സത്യത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പറ്റിയ ഒരു മണ്ടത്തരമാണ് ഈ POK. ഈ കാശ്മീരിലുടനീളം 370-ാം വകുപ്പ് കൊടുത്തതും അതനുസരിച്ച് കാശ്മീരിന് പ്രത്യേക ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ കൊടുത്തത് വലിയ തെറ്റായിപ്പോയി. ആ തെറ്റ് ഈ 2019 മോദി സർക്കാർ തിരുത്തി. എന്നാൽ അമിത്ഷായാണ് ഈ 370 റദ്ദാക്കിക്കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആ 370-ാം വകുപ്പ് കാണാനില്ല. അതിനെ നമ്മൾ അബോളിഷ് ചെയ്തു. അങ്ങനെ അമിത്ഷായാണ് അതിന് ധൈര്യം കാണിച്ചത്. എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ ജനാധിപത്യത്തിലേക്ക് മടങ്ങി വന്നു. ഇന്ത്യയുടെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരും ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇനി ലഡാക്കിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിൽക്കുന്നു. അത് താമസിയാതെ തന്നെ അവിടെയും ജനാധിപത്യം പുലരുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ POKയിലെ ജനങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിന്, കേന്ദ്ര സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. വേണമെങ്കിൽ ഇവരെ ഉൾപ്പെടുത്താം. പക്ഷേ ഇന്നത്തെ ഒരു നയതന്ത്ര ഇന്ത്യയുടെ ഒരു നയതന്ത്ര സ്വഭാവം നമ്മൾ വിലയിരുത്തുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും. ഈ പാകിസ്ഥാന് സ്വമേധയാ POKയിൽ നിന്ന് പിന്മാറേണ്ടി വരും. അങ്ങനൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾ സമ്പൂർണമായും പാക് സർക്കാരിനും സൈന്യത്തിനും എതിരായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അധിക നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിലോ ഈ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഗവൺമെൻറ്റും POKയിൽ നിന്ന് പൂർണ്ണമായിട്ടും
പിന്മാറിയേക്കും. അതിനുള്ളൊരു സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ട്. ആ സാഹചര്യം പാകിസ്ഥാനുള്ളിൽ പല ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബലൂചിസ്ഥാൻ ഒരു വശത്ത്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വേറൊരു വശത്ത്, പക്തൂൺ മേഖലയിൽ പ്രശ്നങ്ങൾ വേറൊരു വശത്ത്, അതുപോലെ POKയിലും അവർക്ക് POK എന്ന് പറയുന്നത് അവരുടെ ഭൂമിയല്ല സത്യത്തിൽ. എന്നിട്ടും അവിടെ ഈ വൃത്തികെട്ട കളി കളിച്ച് അതിനെ കൈവശം വെച്ച് ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ ചരിത്ര സത്യം എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും താമസം വിന പാക് സർക്കാർ വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് POKയിൽ നിന്ന് പിന്മാറാനാണ് സാധ്യതയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പിന്നീട് അവർക്ക് മറ്റൊരു വഴിയില്ല. ഇന്ത്യൻ യൂണിയനോട് ചേരുക മാത്രമേ വഴിയുള്ളൂ. കാശ്മീരിൻ്റെ അടർന്നുപോയ ആ ഒരു ചെറിയ കഷ്ണം തിരിച്ച് കാശ്മീരിലേക്ക് കൂടി ചേരും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. പക്ഷേ അതുണ്ടാക്കുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ, അതായത് നമ്മുടെ കാശ്മീരിൻ്റെ ഘടന തന്നെ മാറ്റേണ്ടി വരും, നിയമസഭയിൽ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ നാളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാകും. അതനുസരിച്ച് മാത്രമേ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രക്ഷോഭം വലിയ രീതിയിൽ അവിടെ ആൾനാശത്തിന് കാരണമായിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും വാസ്തവത്തിൽ അത് എത്രയാണ് എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. 22 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.